നമസ്കാരം. എല്ലാവരും സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവത്തിൽ കൂടി ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രകൃതിയിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ തുടരെ സംഭവിച്ചിരിക്കുന്നൊരു സമയമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണുക. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, പ്രിയപ്പെട്ടവർ അത് കാണുക. അപ്പോൾ നമുക്ക് പതിവ് പോലെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. 2025 ജൂൺ മാസം 14-ാം തീയതി ശനിയാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ നാളുകാരുടെ ജീവിതത്തിലാണ് അഭിവൃദ്ധിയും ഉന്നമനവും ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും 27 നക്ഷത്ര ജാതകർക്ക് ഒരുപോലെ നേട്ടങ്ങൾ ഉണ്ടാകത്തില്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ജ്യോതിഷപരമായിട്ട് സത്യസന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ 27 നക്ഷത്ര ജാതകരും ഒരേ ദിവസം ഒരുപോലെ ധനം കൊണ്ടാണെങ്കിലും ജീവിതാനുഭവങ്ങൾ കൊണ്ടാണെങ്കിലും ഒരുപോലെ ആരും തന്നെ ഉയർച്ചയിലേക്ക് വരുന്നില്ല. ഒരു ദിവസം അനുകൂലമാണെങ്കിൽ മറ്റൊരു ദിവസം പ്രതികൂലമാണ്. ചിലപ്പോൾ തുടർച്ചയായിട്ട് 2-3 ദിവസം പ്രതികൂലമാണ്, ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരാഴ്ച നേട്ടമാണ്. അങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നത്. അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ജീവിതാനുഭവങ്ങൾ. ജ്യോതിഷത്തിൽ കൂടി ഇങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെങ്കിൽ ആൾക്കാരെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടേതായിട്ടുള്ള ഇഷ്ടപ്രകാരം പറയുന്നില്ല, അവർക്കുണ്ടല്ലോ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ. അതൊക്കെ പറയട്ടെ. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ 2025 ജൂൺ മാസം 14-ാം തീയതി ശനിയാഴ്ച ദിവസം കുറേ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടവും ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ എന്നും ഇത് പറയുന്നത്, ചിലപ്പോൾ ഈ ഞാനിങ്ങനെ പറയുമ്പോൾ നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർക്ക് ഒരുപക്ഷെ അന്നത്തെ ദിവസം നേട്ടം വന്നു ചേർന്നില്ല. പക്ഷെങ്കിൽ എന്നും കണ്ട് നിരാശപ്പെടരുത്. എന്താണ് എനിക്ക് നേട്ടം വന്നു ചേരാത്തതെന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ ദശാകാലത്തിൻ്റെ സമയദോഷം കൊണ്ടാകാം, ശത്രുത കൊണ്ടാകാം. ഈ ശത്രുത എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ ആരോടും ശത്രുതയ്ക്ക് പോയില്ലെങ്കിലും ശത്രുത ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നൊരു സംഭവമാണ്. അത് ഓട്ടോ പിടിച്ചാണെങ്കിലും കാറ് പിടിച്ചാണെങ്കിലും ബസ് പിടിച്ചാണെങ്കിലും ട്രെയിനിൽ കയറിയാണെങ്കിലും വിമാനത്തെ കയറിയാണെങ്കിലും ശത്രുത വന്നു ചേരും. അത് നമ്മൾ ആരോടും ശത്രുതയ്ക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ശത്രുത അങ്ങനെ ഉണ്ടാകും. അത് ഗ്രഹങ്ങൾ നൽകുന്ന ആണ് ഈ ശത്രുതയൊക്കെ ഉണ്ടാകുന്നത്. ശത്രുത നമ്മളോട് അസൂയ, ഏഷണി, പക, കോപം, ഇങ്ങനെയുള്ള എല്ലാം ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് വന്നു ചേരുന്ന ഓരോ അനുഭവങ്ങളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. മഹാദേവൻ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പരൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നെ സമീപിക്കുക. വാട്സപ്പിൽ കൂടി നിങ്ങൾക്ക് മെസ്സേജൊക്കെ ചെയ്ത് ആ വിവരങ്ങളൊക്കെ അറിയാവുന്നതാണെന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. 2025 ജൂൺ മാസം 14-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് ഇടവമാസം 31-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠമാസം 24-ാം തീയതിയാണ്. അങ്ങനെ ഈ ശനിയാഴ്ച ദിവസം കൊണ്ട് ഇടവമാസം നമ്മളിൽ നിന്നും അകലുകയാണ്. ഇനി ഒരു വർഷം കഴിയണം. അടുത്ത വർഷമാണ് ഇനി ഇടവമാസം നമ്മളെ തേടി വരിക. 1200-ാം ആണ്ട് ഇടവമാസം 31-ാം തീയതി ശനിയാഴ്ച ദിവസം സൂര്യോദയ സമയം രാവിലെ 6:07, അസ്തമയ സമയം വൈകുന്നേരം 6:35. ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ്. തൃതീയ തിഥി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ചതുർത്ഥി തിഥി ആരംഭിക്കുകയാണ്. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 10:54 അവസാനിക്കുന്നത് ശനിയാഴ്ച രാത്രി അർദ്ധരാത്രി 12:13 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ പാദത്തിൻ്റെ ധനുക്കൂറിൽപ്പെട്ട ഉത്രാടം കാൽ സമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച രാത്രി 10:54 മുതൽ ശനിയാഴ്ച പുലർച്ചെ 4:54 വരെയുള്ള 1-ാം പാദ സമയമാണ് ഉത്രാടം കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ശനിയാഴ്ച ദിവസം ഈ ജീവിതത്തിൽ
അനുകൂലമായ അനുഭവങ്ങൾ, അതായത് ഉത്രാട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ശനിയാഴ്ച ദിവസം ഉത്രാട നക്ഷത്രപ്രകാരം ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം ഇത്രയും നാളുകാർക്കാണ് മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത്, ജീവിത അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അന്നത്തെ ദിവസം അവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുമ്പോഴാണല്ലോ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നതും. അപ്പോൾ അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കും, ഇന്നത്തെ പോലെ നാളെ എനിക്ക് ആകണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. ചിലപ്പോൾ ആകണമെന്നില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ 2-3 ദിവസം സന്തോഷവും സമാധാനവും സംതൃപ്തിയും, വീട്ടിലിഷ്ടം പോലെ ആഹാരവും, എല്ലാവരും നല്ല സ്നേഹമായിട്ട് പെരുമാറുന്നു, വഴക്കില്ല, വക്കാണമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, ഒന്നുമില്ലാതെ പോകുമ്പോൾ എല്ലാവരും എൻ്റെ ഈ വീട് സ്വർഗം തന്നെയാണ്, ഇതുപോലെ അങ്ങ് പോകണമെന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ 2-3 ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ നേരെ വിപരീത അനുഭവമായിരിക്കും. അത് ഗ്രഹങ്ങൾ നൽകുന്ന അനുഭവം കൊണ്ടാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ ശനിയാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാല്, മൂലം, ആനിഴം, ചോതി ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം. ശനിയാഴ്ച രാവിലെ 7:37 മുതൽ 9:07 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:37 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 1:37 മുതൽ 5:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഇത്രയും സമയം ശുഭസമയമായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 14 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അതിൻ്റെ പരിഹാരം പറയുന്നത് ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമവുമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ഇനി പേരിൽ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും സാമാന്യ വിധത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി അവസാനത്തെ വിഷയം ധനപരമായിട്ടുള്ള വിഷയമാണല്ലോ നമ്മളിനി പറയാനുള്ളത്. അപ്പോൾ ശനിയാഴ്ച ദിവസം ധനനേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് പറഞ്ഞുതരാം. നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് ശനിയാഴ്ച ദിവസം നക്ഷത്രം. ഉത്രാട നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് കുറച്ച് നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. പൂരാടം, ആയില്യം, തിരുവാതിര, കാർത്തിക, ചോതി, ചതയം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. ഈ ശനിയാഴ്ച ദിവസം ഇത്രയും നാളുകാർക്ക് ധനം സംബന്ധിച്ചുള്ള ഏത് വിഷയം കൈകാര്യം ചെയ്താലും വിജയിക്കുന്നതാണ്. ധനപരമായിട്ടുള്ള നേട്ടം, ധനം കൊടുത്തു വാങ്ങൽ അനുകൂലമായ ദിവസം, എങ്ങനെയായാലും ധനം കയ്യിൽ വന്നു ചേരും. ഇനി അത്രമേൽ മോശം സമയമാണെങ്കിൽ പോലും ധനം ആരോടെങ്കിലും കടം ചോദിച്ചാൽ പോലും കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എത്ര മോശമായ സമയമാണെങ്കിലും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മെൻ ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം.